എഴുന്നള്ളിപ്പിലെല്ലാം വളരെ കണിശക്കാരനാണ് കണ്ണൻ. അവിടെ പിന്നെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇതെൻ്റെ രംഗമാണ്, ഇവിടെ എൻ്റെ പേരിനൊരു കുറവും വരാൻ പാടില്ല എന്ന വാശി. ഇവിടെ കണ്ണനെ നിയന്ത്രിക്കുവാൻ പാപ്പാൻ വടിക്കമ്പും തോട്ടിയും ചട്ടക്കോലുമൊന്നും എടുക്കണ്ട. അതൊക്കെ വേണമെങ്കിൽ നല്ലൊരു അലങ്കാരമാക്കി അവർക്ക് കയ്യിൽ കരുതാം. ചിലർ തങ്ങളുടെ പ്രതാപം കാണിക്കാൻ 5ഉം 6ഉം മൊബൈൽ ഫോണൊക്കെ കൊണ്ട് നടക്കുന്നത് പോലെ, അത്രമാത്രം. ഉത്സവപ്പറമ്പിലെ ആൾക്കൂട്ടത്തിനിടയിൽ അല്പം ഷൈൻ ചെയ്യാൻ പാപ്പാന്മാർ ശ്രമിച്ചാൽ തന്നെ കണ്ണൻ മൈൻഡ് ചെയ്യില്ല. ഏത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും വീട്ടുകാരെ തെരഞ്ഞു പിടിക്കാനുള്ള അപാര ശേഷിയും കണ്ണനുണ്ട്. ഒരിക്കൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കണ്ണൻ ഉത്സവത്തിന് പോയി. ഉത്സവം പ്രമാണിച്ച് വീട്ടുകാരെത്തിയും അവിടെ എത്തിയിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കണ്ണനെയും നോക്കി വീട്ടുകാരെത്തി നിന്നു. നല്ല തിക്കും തിരക്കും. കണ്ണൻ അതിനിടയിലൂടെ വളരെ അനുസരണയോടെ നടക്കുകയാണ്. ജനം അങ്ങനെ ഒഴുകി നീങ്ങുന്നു. നേരം സന്ധ്യയോടടുത്തിട്ടുമുണ്ട്. സാവധാനം നടക്കുന്ന കണ്ണൻ ഒരിടത്തെത്തിയതും പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. പിന്നെ പതുക്കെ തുമ്പിക്കൈ നിവർത്തി ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും വീട്ടുകാരെത്തിയെ തൊട്ടു വിളിച്ചു. വാ, അരികിലേക്ക് വാ, എനിക്ക് കെട്ടിപ്പിടിച്ചൊരുമ്മതാ എന്ന അതേ സ്നേഹത്തോടും അധികാരത്തോടും കൂടി ഉള്ള ക്ഷണം. കണ്ടു നിന്നവർ ഭയന്നു പോയെങ്കിലും വീട്ടുകാരെത്തി ഭയന്നില്ല. ആ സ്നേഹപ്രകടനം കണ്ട് അവർ അതിശയിച്ചു നിന്നു. കണ്ണന് അവരുമ്മ കൊടുത്തു. കയ്യിൽ കരുതിയിരുന്ന പഴു. സ്നേഹത്തിന് ഒരു നിർവചനമായി ഇവിടെ വേണമെങ്കിലും കണ്ണൻ എന്നെഴുതി ചേർക്കാം. കൺമഷി എഴുതിയതുപോലെയുള്ള നേത്രവളയങ്ങൾ കാണുന്നവർ ഏത് ബ്യൂട്ടി പാർലറിലാണ് കയറിയത് എന്ന് തീർച്ചയായും തിരക്കും. ബാബുരാജിൻ്റെ പ്രിയപ്പെട്ട പുത്രനായി കഴിഞ്ഞതോടെ കണ്ണൻ കൂപ്പിലെ പണിയൊക്കെ മതിയാക്കി. കണ്ട അലമ്പ് പണിക്കൊന്നും നീ പോകണ്ട എന്ന് അച്ഛൻ പറഞ്ഞാൽ മകന് അതിൽ പരം ഹാപ്പി ഉണ്ടാവും. ഈ ആനയെ എഴുന്നേൽപ്പിനല്ലാതെ മറ്റ് കൂപ്പിലെ പണികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പണിക്കും ഭാരിച്ച ഒരു ജോലിക്കും ഞാൻ അയക്കാറില്ല. 2 പ്രാവശ്യം പൂരത്തിന് ആനയെ വിളിച്ചതാണ്. പക്ഷേങ്കിൽ ഏപ്രിൽ അവസാനമാകുമ്പോഴത്തേക്ക് അവന് ഈ കന്നം തടിച്ചു തുടങ്ങും. അത് കാരണം റിസ്ക് എടുക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആനയെ അയക്കാതിരുന്നതാണ്. പൂരത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനതിൻ്റെ ഭംഗിയായിട്ട് പാപ്പാൻ പറയുന്നത് പോലെ അനുസരിക്കും. അതുപോലെ ഇപ്പോൾ 1ാം പാപ്പാൻ അല്ലെങ്കിൽ ഇപ്പോൾ 2ാം പാപ്പ പറഞ്ഞാൽ പോലും അത്യാവശ്യം ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കും. പക്ഷേ ഞാനിതുവരെ അങ്ങനെയുള്ള ഒരു ഉദ്യമത്തിന് മുതിർന്നിട്ടില്ല. കൊഴുത്ത ശരീരം, കുറഞ്ഞ മദഗിരി, പാറപ്പുറം പോലെ പരന്ന മുതുക്, സുഖമാർന്ന ഇരിക്കസ്ഥാനം, ഇങ്ങനെ തുടങ്ങി കണ്ണന് നിരവധി സവിശേഷതകളുണ്ട്. ആരും നോക്കി നിന്നു പോകുന്ന പീലിവാലും കൊമ്പുകളും. ഇടയ്ക്ക് ചില അത്യാഗ്രഹികളായ ആനവാൽ മോതിരം പണിയുന്നവർ വാലിൽ നോട്ടമിട്ടപ്പോൾ പീലിയുടെ നീളം വെട്ടിക്കുറച്ചു. എന്തു ചെയ്യാൻ, മനുഷ്യർ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് വന്നാൽ കണ്ണന് അധികം ചങ്ങലകൾ വേണ്ട. എവിടെയും നിങ്ങൾക്കൊപ്പം ഇവനെ കൊണ്ടുപോകാം. മധുരപ്പുറം കണ്ണൻ ഈ വീട്ടിലെ എല്ലാമാണ്. കണ്ണനെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ മദ്യപാനിയായ ഒരു 2ാം പാപ്പാനെ പുറത്താക്കിയിട്ടുമുണ്ട് ബാബുരാജ്. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണനോടൊപ്പം വന്നിട്ട് ഇപ്പോൾ 2.5 വർഷത്തോളമായി. ഒരു മറ്റുള്ള ആനകളുടെ കൂട്ടി ചതിവൊന്നുമില്ലാതെ വളരെ ശാന്തശീലനായ ഒരു ആനയാണ്. ഒരു ജീവിതകാലത്തിൻ്റെ സിംഹഭാഗവും ആനകളെ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ തൻ്റെ ആനയെ സ്നേഹിച്ചില്ലെങ്കിൽ മാത്രമേ തെറ്റുള്ളൂ. ഇന്നിപ്പോൾ കണ്ണൻ ഈ വീട്ടിലെ VIP ആണ്. കണ്ണന് സൗകര്യമുണ്ടെങ്കിൽ എഴുന്നള്ളത്തിന് പോകും, താല്പര്യമില്ലേ വേണ്ട. അതാണ് ഈ സിവിൽ സർവീസുകാരൻ്റെ മനോഭാവം. ഈ ഭാഗ്യത്തെ നമുക്ക് കണ്ണൻ എന്ന് വീണ്ടും വിളിക്കാം. കാരണം ഇത് മനുഷ്യർക്ക് പോലും പലപ്പോഴും ലഭ്യമാകാത്ത ഒരപൂർവതയാണ്.